ബംഗളൂരു സെൻട്രലിലെ മഹാദേവ നഗറിലെ ആ വീട് കണ്ടെത്തിയിരിക്കുകയാണ് റിപ്പോർട്ട്. മുനി റെഡ്ഡി ഗാർഡനിലെ ലൈൻ മുറികളാണ് വ്യാജ വോട്ട് ആരോപിക്കപ്പെട്ട സ്ഥലം. നിലവിൽ ഒരാൾ മാത്രം താമസിക്കുന്ന ഇവിടെയാണ് 80 വോട്ടർമാരുടെ മേൽവിലാസമുള്ളത്. നമുക്ക് ആദ്യം ആ കാഴ്ചകളിലേക്കൊന്ന് പോകാം. House number 35, 80 voters live in this house. We sent people to check. They got beaten up. These 80 people live in this house. It's a single room house. So that's a single bedroom, 46 voters living there. Same thing there, 80 voters living there. No sign of their existence. When we go there, we threat. രണ്ടുപേർക്ക് മാത്രം താമസിക്കാവുന്ന മുറികളാണ് ഇവിടെയുള്ളത്. വോട്ടർ പട്ടികയിലെ 80 പേർ അജ്ഞാതരാണ്. മുൻപ് വാടകയ്ക്ക് താമസിച്ചിരുന്നവരെന്നാണ് കെട്ടിട ഉടമയുടെ വിശദീകരണം. നിലവിൽ ഒരാൾ മാത്രമാണ് ഇവിടെ താമസമുള്ളത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാറ്റ്സ് ഓഫ് VS രഞ്ജിത്ത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിന്റെ തെളിവാണ് രഞ്ജിത്ത് ഇപ്പോൾ തേടി ബംഗളൂരു സെൻട്രലിൽ മഹാദേവ നഗറിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വ്യാജ വോട്ട് നടന്നു എന്ന് പറയുന്ന ആ മുറിയിൽ മുൻപ് എത്ര കാലമായി താമസിച്ചവരാണ് ആ രേഖകൾ ഉപയോഗിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ അവിടെ അത്രയും പേർ ആ ഒറ്റ മുറിയിൽ താമസിച്ചിട്ടുണ്ടോ? നമ്മൾ അവിടെ എത്തുമ്പോൾ നടത്തുന്ന വസ്തുതാ പരിശോധനയിൽ നിന്ന് ബോധ്യമാകുന്നത് എന്താണ് രഞ്ജിത്ത്? സുജ, ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന കാലങ്ങളായി വാടകയ്ക്ക് കൊടുക്കുന്ന ലൈൻ മുറികളാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ലൈൻ മുറികളാണ്. ആ ലൈൻ മുറികളിൽ ഏകദേശം ഒരു 40ഓളം മുറികളുണ്ട്. നമ്മൾ 1 മുതൽ 40 മുറികളിലും നമ്മൾ ഓരോ മുറികളും പോയി അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അതിൽ ഈ 35ാമത്തെ മുറിയുടെ നമ്പറിലാണ് 80 പേരുടെ വോട്ടർ പട്ടികയിൽ പേരുള്ളത്. ഈ 80 പേര് അവിടെ മുൻകാലങ്ങളിൽ താമസിച്ചു വരുന്നവരാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ അവിടെ താമസിക്കുന്ന ഒരു ഫുഡ് ഡെലിവറി ബോയാണ്. ആ ഫുഡ് ഡെലിവറി ബോയും അദ്ദേഹത്തോടൊപ്പം ഒരാൾ കൂടി താമസിക്കുന്നുണ്ട്. ഈ 2 പേർ മാത്രമാണ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ മുറി പൂട്ടിക്കിടക്കുകയായിരുന്നു. അദ്ദേഹം പുറത്തുപോയി എന്നുള്ളതാണ് തൊട്ടടുത്ത മുറിയിലുള്ള ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹൗസ് ഓണറുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നേരത്തെയൊക്കെ കുറേ ആളുകൾ താമസിച്ചിരുന്നു. ഇപ്പോൾ താമസിക്കുന്ന അദ്ദേഹം ഒരു 6 മാസമായി അവിടെ ഉണ്ട്. അതിനു മുമ്പ് അവിടെ ആളുകൾ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഇവർ മാറിപ്പോയവരാണ് എന്നും പുതിയ വോട്ടർമാർ അല്ലെങ്കിൽ പുതിയ താമസക്കാരുണ്ട് എന്നും ഈ ഹൗസ് ഓണർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ അറിയിക്കേണ്ടതും പുതിയ വോട്ടർ പട്ടിക വരുമ്പോൾ പഴയ ആളുകളുടെ പേര് വെട്ടുകയും അല്ലെങ്കിൽ പഴയ ആളുകൾക്ക് വേറെ ഇടങ്ങളിൽ വോട്ടുണ്ടാകുമ്പോൾ അവരവിടെ വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനത്തെ നടപടിക്രമങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഇനി അങ്ങനെ പഴയ കാലത്ത് താമസിച്ചിരുന്നവരാണെങ്കിൽ പോലും 80 പേരൊക്കെ ആ മുറിയിൽ താമസിക്കണമെങ്കിൽ ഏകദേശം ഒരു 5-10 വർഷം മുമ്പൊക്കെ ആയിരിക്കണം അവിടെ താമസിച്ചു വരുന്നവരായിരിക്കണം. ഏതായാലും സാധ്യത വളരെ കുറവാണ്. ഏതായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ധാരാളം ഇരട്ട വോട്ടുകൾ എന്ന് പറയാൻ പറ്റില്ല, ഇത്തരം ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിലുണ്ട്. കെട്ടിട നമ്പർ 1 ആയിരിക്കും. ആ കെട്ടിട നമ്പറിൽ തന്നെ നിരവധി പേർ താമസിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വലിയ കെട്ടിടമാണെന്നൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആ ഭാഗത്തൊക്കെ ധാരാളം ആളുകൾ ആ ഭാഗത്തുണ്ടായിരുന്നു. നമ്മൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പോകുന്നു, ആ ഭാഗത്ത് ആ മുറി പരിശോധിക്കുന്നു. 35ാമത്തെ മുറിയാണ്, അത് പൂട്ടിക്കിടക്കുകയായിരുന്നു.
ഉണ്ടായിരുന്നു. തൊട്ടടുത്ത റൂമിൽ അവിടെ എത്ര പേർ താമസിച്ചു നമ്മൾ ചോദിച്ചു. ഇപ്പോൾ നിലവിൽ 2 പേർ മാത്രമാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ആ കെട്ടിട ഉടമയായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. പക്ഷേ അത് അവിടെ ആ കെട്ടിടങ്ങൾ ഏൽപ്പിച്ചിരുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോക്കി നടത്താൻ വേണ്ടി ഏൽപ്പിച്ച വ്യക്തി. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അവിടെ നേരത്തെ താമസിച്ചിരുന്ന ആളുകളുടെ പേരുകളായിരിക്കാം ഇപ്പോൾ എങ്ങനെയാണ് ഇത്രയും പേർ വന്നതെന്ന് അറിയില്ല. ഏതായാലും അതിൽ ഈ വീട്ടുടമയ്ക്ക് പങ്കില്ല എന്ന അർത്ഥത്തിലാണ് അവിടെയുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. വി എസ് രഞ്ജിത്ത്, നിലവിൽ ഇപ്പോൾ താമസിക്കുന്ന ആൾക്ക് വോട്ടുണ്ടോ, അതോ മറ്റേ ABCD അത് തന്നെയാണോ അഡ്രസ്സായിട്ട് അയാളുടെയും വന്നിരിക്കുന്നത്? നിലവിലുള്ള ഇപ്പോൾ താമസിക്കുന്ന ആൾക്ക് വോട്ടില്ല. അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഇവിടെ കഴിഞ്ഞ 6 മാസമായിട്ടേ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതേ മുറിയിൽ നേരത്തെ താമസിച്ചിരുന്നവരാണ് എന്ന വാദമാണ് ഇപ്പോൾ വീട്ടുടമ വെക്കുന്നത്. അത് പക്ഷേ നമുക്ക് അഡ്രസ്സൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ 80 പേരുടെയും അഡ്രസ്സ് പരിശോധിച്ച് അവരെ ആരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവരവിടെ താമസിച്ചിരുന്നു എന്നൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കാവുന്നതാണ്. പ്രാദേശികമായ സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ ഒരു അന്വേഷണം കൂടി നടത്താവുന്നതാണ്. പക്ഷേ നിലവിൽ ആ 80 പേർ ആ വീട്ടിൽ താമസിച്ചിരുന്നവരാണ് എന്നുള്ള വീട്ടുടമയുടെ വാദം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അവിടെ 80 പേർക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള സൗകര്യം ഏതായാലും ഇല്ല. ഈ 80 പേർ ഏതൊക്കെ കാലങ്ങളിൽ താമസിച്ചിരുന്നവരാണ്, അവർക്കൊക്കെ അവിടെ വോട്ടുണ്ടായിരുന്നോ, അവരിപ്പോൾ വേറെ എവിടെയെങ്കിലും മാറി താമസിക്കുമ്പോൾ ആ ഭാഗത്ത് അവർ വോട്ട് ചെയ്യുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെയാണ് അന്വേഷണം പോകേണ്ടത്. വി എസ് രഞ്ജിത്ത്, ഈ റൂം നമ്പർ 85 അവിടേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ നടത്തുന്ന അന്വേഷണത്തിൽ നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞത് അവിടെ എത്തുന്നവരെ തല്ലിച്ചതച്ചു, ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. രഞ്ജിത്തിനും സംഘത്തിനും അവിടേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടായോ? ഏതെങ്കിലും തരത്തിൽ ഈ മുറിക്ക് ഒരു പ്രത്യേക സുരക്ഷയുണ്ടോ? ഞങ്ങൾ ചെല്ലുമ്പോൾ സുരക്ഷയുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളവിടെ ഈ 35ാമത്തെ മുറി എന്ന് പറയുന്നത് കുറച്ച് ഉള്ളോട്ടാണ്. നമ്മൾ ഇങ്ങനെ ആ ലൈൻ മുറി കാണുന്നു. ലൈൻ മുറിയുടെ 2 ഭാഗത്തും മുറികളാണ്. 1 മുതൽ ഏകദേശം ഒരു 40 വരെയൊക്കെ ലൈൻ മുറിയുടെ 20 വരെയൊക്കെ ലൈൻ മുറിയുടെ 2 ഭാഗത്തുമുണ്ട്. 35 എന്ന് പറയുന്നത് ഞാൻ നടന്നു പോകുന്ന ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. കുറച്ച് ഉള്ളോട്ട് നടന്ന് ഒരു ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യുന്ന സമയത്താണ് ഈ 35ാമത്തെ മുറി. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ആളുകൾ നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. ചില ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ, എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ കേരളത്തിൽ നിന്ന് വന്നാണെന്നൊക്കെ പറയുമ്പോൾ ആക്രമണ സ്വഭാവത്തിലില്ല. പക്ഷെ അവർ വളരെ കൃത്യമായി എന്താണ് നിങ്ങളുടെ എന്താ പരിപാടി, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് ഈ ഒരു 35ാമത്തെ മുറിയെക്കുറിച്ചുള്ള വിവരം അവർക്ക് നേരത്തെ ഉണ്ട്. മാത്രവുമല്ല അവരതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അവരതിന് കൃത്യമായൊരു കാരണം കണ്ടുവച്ചിരിക്കുന്നത് നേരത്തെയൊക്കെ വാടകയ്ക്ക് താമസിച്ചിരുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ്. ആ 35ാമത്തെ മുറിയുടെ വീട്ടു നമ്പർ ആണോ? അതിൽ വേറൊരു പ്രശ്നമുള്ളത്, ഈ ഓരോ ലൈൻ മുറിക്കും ഓരോ വീട്ടു നമ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 35ാമത്തെ മുറിയുടെ വീട്ടു നമ്പർ എന്ന രീതിയിലാണ് 80 വരെയും കാണിച്ചിട്ടുള്ളതെങ്കിൽ ആ ലൈൻ മുറിയിൽ ഏകദേശം 40 മുറികളുണ്ട്. ആ 40 മുറിയിലും കൂടി 80 പേരാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ ഒറ്റ മുറിയിലാണ് 80 പേരെ കാണിച്ചിട്ടുള്ളത്. വി എസ് രഞ്ജിത്ത്, ഇനിയിപ്പോൾ മറ്റിടങ്ങളിൽ, അതായത് ഈ ഒരു നിയമസഭാ മണ്ഡലത്തിലാണല്ലോ വലിയ രീതിയിൽ വോട്ടങ്ങ് കൂടിയത്. സാധാരണ അതിന് മുൻ വർഷങ്ങളിൽ 2019 കിട്ടിയതും അതിനു മുൻപ് 2014 കിട്ടിയതും ഒക്കെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ അങ്ങനെ ഒരു വർധന ഉണ്ടായിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിലൂടെ നമ്മൾ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് എന്താണ്? സുജയ്, ഈ മണ്ഡലത്തിൽ BJPക്ക് സ്വാധീനമുണ്ട്. BJPയുടെ അരവിന്ദ് ലിംബാവലിയുടെ ഭാര്യ മഞ്ജുള ലിംബാവലിയാണ് ഇവിടെ MLA ആയിട്ടുള്ളത്. BJP MLAമാരാണ്. BJPക്ക് ധാരാളം വാർഡ് കൗൺസിലർമാരുള്ള മണ്ഡലമാണ്. പക്ഷേ ഇതിൽ ഏകദേശം 1,37,000 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, അദ്ദേഹം തുടർച്ചയായി PC മോഹനൻ തുടർച്ചയായി ഇവിടെ MP ആവുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടറൊക്കെ ഉണ്ട്. അതൊന്നും ഈ മണ്ഡലത്തിൽ മാത്രം വർക്കൗട്ട് ആവാതെ പോയി എന്നുള്ളതാണ് ഒരു അതിശയോക്തിയായി പറയപ്പെടുന്ന കാര്യം. ഇപ്പോൾ സർവജ്ഞ നഗർ, ശാന്തിനഗർ, ഗാന്ധിനഗർ അങ്ങനെയുള്ള അതൊക്കെ കോൺഗ്രസ് മണ്ഡലങ്ങളാണ്. ഇപ്പോൾ സർവജ്ഞ നഗറിലാണെങ്കിൽ KJ ജോർജ് മലയാളിയായ MLA ആണ്. ശാന്തിനഗറിലാണെങ്കിൽ അവിടെ NA ഹാരിസ് മലയാളിയാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കറിയാം ഏകദേശം ഒരു മുസ്ലിം വോട്ടർമാരൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്ന സർവജ്ഞ നഗറും ശാന്തിനഗറും ഒക്കെ. അതുപോലെ ഗാന്ധിനഗർ ഗുണ്ടറാവു ആണ് അവിടെ, ദിനേശ് ഗുണ്ടറാവു ആണ് അവിടെ MLA ആയിട്ടുള്ളത്. അതും കോൺഗ്രസ് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെയുള്ള 8 മണ്ഡലങ്ങളിൽ 5 എണ്ണവും കോൺഗ്രസിൻ്റെതാണ്. 3 മണ്ഡലങ്ങളാണ് BJPയുടെ ഉള്ളത്. അതായത് സുരേഷ് MLA ആയിട്ടുള്ള ഒരു ചാമരാജ്പേട്ട് മണ്ഡലം, അതുപോലെ രാജാജി നഗർ, അവിടെയാണ് സുരേഷ്, രാജാജി നഗർ, അതുപോലെ തന്നെ ചാമരാജ് നഗർ, അങ്ങനെയുള്ള ഈ പറയുന്ന മഹാദേവപുരം, ഈ 3 മണ്ഡലങ്ങളിലാണ് BJP MLAമാരുള്ളത്. ഈ 3 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് അസ്വാഭാവികമായി വോട്ട് വർധനയും അസ്വാഭാവികമായി വോട്ടർമാരിലും വർധന ഉണ്ടായിട്ടുള്ളതായി കാണിക്കുന്നത്. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കേണ്ട കാര്യം. ഓക്കെ, വി എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.